വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ ഇപ്പോൾ ആശങ്കയിലാണ് എന്ന വാർത്ത വരുന്നു. ക്യാമ്പ് പിരിച്ചുവിടുമ്പോൾ എങ്ങോട്ട് പോകുമെന്ന് അവർക്കറിയില്ല. അതിനുത്തരം നൽകുകയാണ് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഷീർ പള്ളിവേയിൽ. 32 കുടുംബങ്ങൾക്ക് സ്പോൺസേഴ്സിനെ കണ്ടെത്തി വാടക വീടുകൾ തയ്യാറാക്കുകയാണ് ജഷീറിൻ്റെ ഒരു സൗഹൃദ വലയം. ദുരിതാശ്വാസ ക്യാമ്പ് അതിജീവനത്തിന്റെ പാതയിലാണ്. വൈകാതെ ക്യാമ്പുകൾ പിരിച്ചുവിട്ട് ഇവിടെ ക്ലാസുകൾ ആരംഭിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആദിയോടെ കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങളാണ് ജില്ലയിലെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഈ ആശങ്കയ്ക്ക് പരിഹാരവുമായാണ് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഷീർ പള്ളിവേയിൽ അരികിലുണ്ട് അരപ്പറ്റയുടെ തുടർ പദ്ധതികളുടെ ഭാഗമായി കൂരയാകും വരെ കൂട്ടായി എന്ന പദ്ധതിയിലൂടെ വാടക വീടുകൾ കണ്ടെത്തുന്നത്. നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ള അരപ്പറ്റ മേഖലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. സ്വാഭാവികമായി നമ്മുടെ ഈ പരിധിക്കകത്തുള്ള എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളുടെയും സഹായത്തോടു കൂടി അവരുടെയൊക്കെ മാനസിക സപ്പോർട്ടോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 35 മനുഷ്യസ്നേഹികളെ കണ്ടെത്തി. ഇവർ മുഖാന്തരം 18 വാടക വീടുകൾ തയ്യാറാക്കി. ബാക്കി വീടുകൾ തയ്യാറാക്കി വരുന്നു. 1 വർഷത്തെ കരാറാണ് ഓരോ സ്പോൺസർമാരും ഏറ്റിരിക്കുന്നത്. ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, സോഷ്യൽ വർക്കറും ഭാര്യയുമായ റസ്മീന ജഷീർ, CK കമറുദ്ദീൻ എന്നിവരുടെ സഹകരണത്താലാണ് വീടുകൾ കണ്ടെത്തിയത്. വീടുകൾ പൂർണ്ണമായും തകർന്നവരെയാണ് ആദ്യഘട്ടം പരിഗണിക്കുന്നത്. തുടർന്ന് മറ്റുള്ളവരെയും ചേർത്ത് നിർത്തും. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുടെ പ്രധാന ആശങ്ക ക്യാമ്പ് വിട്ടൊഴിയുമ്പോൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി വിചാരിച്ചാൽ ഇത്തരം 1000 വാടക വീടുകൾ നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഇത് അതിനൊരു തുടക്കമാകട്ടെ. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.